ലോകം കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ നിന്ന് മുക്തമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോഴും വാക്സിൻ സുരക്ഷയെക്കുറിച്ചുള്ള തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ ഈ ചർച്ചകളെ വീണ്ടും ആഗോളതലത്തിൽ സജീവമാക്കിയിരിക്കുകയാണ്. തന്നെ രണ്ടാം ഡോസ് വാക്സിൻ എടുത്തപ്പോൾ മരിച്ചുപോകുമെന്ന് തോന്നി എന്ന മസ്കിന്റെ പ്രസ്താവനയും മുൻ ഫൈസർ ശാസ്ത്രജ്ഞന്റെ വെളിപ്പെടുത്തലുകളും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് മസ്ക് വീണ്ടും വാക്സിൻ സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചത്. വാക്സിൻ ഡോസേജ് വളരെ കൂടുതലായിരുന്നുവെന്നും അത് തന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിലൊരാളായ മസ്കിന്റെ ഈ അനുഭവക്കുറിപ്പ് നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറലായത്. എന്നാൽ ഇത് കേവലം ഒരു വ്യക്തിപരമായ അനുഭവം എന്നതിലുപരി വാക്സിൻ നിർമ്മാണ പ്രക്രിയയിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചുള്ള വലിയൊരു സംവാദത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇലോൺ മസ്കിന്റെ വാക്കുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത വെറുമൊരു പ്രസ്താവന എന്നതിലുപരി കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടെയുള്ള വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേറ്റവും വലിയ കരുത്തേകുന്നത് മുൻ ഫൈസർ ടോക്സിക്കോളജിസ്റ്റ് ഡോക്ടർ ഹെൽമുട്ട് സ്റ്റേഴ്സിന്റെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളാണ്. ജർമ്മൻ പാർലമെന്റിലെ ഒരു ഹിയറിംഗിൽ അദ്ദേഹം നൽകിയ സാക്ഷ്യം വൈദ്യശാസ്ത്ര ലോകത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നൽകിയ mRNA വാക്സിനുകൾ സാധാരണഗതിയിൽ ഒരു മരുന്നിനാവശ്യമായ കർശനമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാതെയാണ് അടിയന്തര അനുമതി നേടിയെടുത്തതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. 2007 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഫൈസറിന്റെ യൂറോപ്യൻ ടോക്സിക്കോളജി സെന്ററുകളുടെ തലവനായിരുന്ന സ്റ്റേഴ്സിന്റെ വാക്കുകളെ നയതന്ത്രജ്ഞർക്കും ശാസ്ത്രജ്ഞർക്കും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആ കമ്പനിയുടെ ഉള്ളറകളെക്കുറിച്ച് അത്രമാത്രം അറിവുള്ള വ്യക്തിയാണദ്ദേഹം. ഏറ്റവും ഗുരുതരമായ ആരോപണം വാക്സിനുകൾക്ക് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള കാർസിനോജെനിസിറ്റി പഠനങ്ങൾ യാതൊന്നും തന്നെ ഇതിന്റെ നിർമ്മാണവേളയിൽ നടന്നിട്ടില്ല എന്നതാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ വാക്സിനുകൾ മനുഷ്യശരീരത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുക എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ആഗോള വാക്സിനേഷൻ യജ്ഞം നടന്നതെന്ന് അദ്ദേഹം വാദിക്കുന്നു. തന്റെ ഡി ഇംഫ് മാഫിയ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഉന്നയിക്കുന്ന ഈ ഗൗരവകരമായ നിഗൂഢതകൾക്ക് മസ്ക് നൽകുന്ന പിന്തുണ വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസറിനെയും മൊഡേണയെയും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലേക്ക് ഈ വെളിപ്പെടുത്തലുകൾ വഴിമാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജർമ്മനിയിലെ വാക്സിൻ സുരക്ഷാ അതോറിറ്റിയായ പോൾ എയർലിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് ആയിരക്കണക്കിന് മരണങ്ങൾ വാക്സിനുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് സ്റ്റേഴ്സ് അവകാശപ്പെടുന്നത്. ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2133 മരണങ്ങൾ എന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും യഥാർത്ഥ സംഖ്യ ഇതിന്റെ പല മടങ്ങ് വരുമെന്നും അദ്ദേഹം വാദിക്കുന്നു. പാർശ്വഫലങ്ങൾ പലപ്പോഴും കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്ന നിഗമനമാണ് സ്റ്റേഴ്സ് തന്റെ വാദത്തിന് ആധാരമാക്കുന്നത്. മസ്കിന്റെയും സ്റ്റേഴ്സിന്റെയും ആരോപണങ്ങളെ ആരോഗ്യരംഗത്തെ വിദഗ്ധരും അധികൃതരും ശക്തമായി എതിർക്കുന്നു. ജർമ്മൻ ആരോഗ്യമന്ത്രി കാൾ ലൗട്ടർബാക്ക് ഈ വാദങ്ങൾ ശാസ്ത്രീയമായി തെറ്റാണെന്ന് പ്രഖ്യാപിച്ചു. വാക്സിൻ എടുത്തതിനു ശേഷം സംഭവിക്കുന്ന എല്ലാ മരണങ്ങളും വാക്സിൻ മൂലമാണെന്ന് പറയാനാകില്ലെന്നും കൃത്യമായ പഠനങ്ങളില്ലാതെ ഇത്തരം നിഗമനങ്ങളിലെത്തുന്നത് അപകടകരമാണെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ലോകമെമ്പാടുമുള്ള റെഗുലേറ്ററി ഏജൻസികൾ ദശലക്ഷക്കണക്കിന് ആളുകളിൽ നടത്തിയ ക്ലിനിക്കൽ ട്രയലുകൾക്ക് ശേഷമാണ് വാക്സിനുകൾക്ക് അനുമതി നൽകിയതെന്ന് അധികൃതർ ആവർത്തിച്ചു പറയുന്നു. ഇലോൺ മസ്ക് പോലുള്ളവർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ പൊതുജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. വാക്സിൻ സുരക്ഷയെക്കുറിച്ചുള്ള തുറസായ പഠനങ്ങൾ ഇനിയും ആവശ്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. അതേസമയം മഹാമാരിയെ തടയാൻ വാക്സിനുകൾ വഹിച്ച പങ്കിനെ അവഗണിക്കാൻ കഴിയില്ലെന്ന് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും കരുതുന്നു. മസ്കിന്റെ ഡോസേജ് വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ പഠനങ്ങളിലേക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകളിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.